അക്ഷയ് പ്രദീപ് 8 മാസ ട്രെയിനിങ്ങിന് ശേഷം ഒരു ജവാനായിട്ട്, ഒരു സോൾജറായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. നമുക്ക് അക്ഷയ് പ്രദീപിനെ സ്വാഗതം ചെയ്യാം. 2.5 വർഷത്തെ ട്രെയിനിങ്ങിന് ശേഷം ഇന്ന് ഇന്ത്യൻ ആർമിയുടെ മെഡിക്കൽ വിഭാഗത്തിൽ നേഴ്സിംഗ് അസിസ്റ്റൻ്റായിട്ട് ട്രെയിനിങ് കംപ്ലീറ്റ് ആക്കി വന്നിരിക്കുകയാണ്. അമ്മ അച്ഛനും കൂടെ ഉണ്ട്. മകനൊരു പട്ടാളക്കാരനായ ശേഷമുള്ള ഒരു ഫീലിങ്സ് എന്താണ് എന്നുള്ളത് നമുക്ക് അവരിൽ നിന്ന് അറിയാം. അടുത്ത പ്രാവശ്യം വരുമ്പോഴും നിങ്ങൾ ഈ സീറ്റിലല്ല ഇരിക്കേണ്ടത്, നിങ്ങളുടെ പാരൻസിന്റെ കൂടെ ഇവിടെ വന്ന് നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറയാനായിട്ട്, അതായത് ഏതെങ്കിലുമൊക്കെ പോസ്റ്റിലേക്ക് നിങ്ങൾ കയറണം. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇപ്പൊ നമ്മുടെ എറണാകുളം ജില്ലയിൽ കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അതിലേക്കൊക്കെ ഏറ്റവും മികച്ചതെന്ന് പറയാൻ പറ്റിയത് ഇത് മാത്രമേ ഉള്ളൂ. കാരണം കൃത്യമായ ഫോളോ അപ്പ് ഉണ്ട് സാറ്, അതുപോലെ കൃത്യമായ പരിശീലനം. വേറെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും അങ്ങനെ ഇല്ല. കാരണം കുറച്ച് പിള്ളേരെ നമുക്ക് അറിയാവുന്നതാണ്. അപ്പൊ ആ കുട്ടികൾ പറഞ്ഞറിവ് വെച്ചിട്ട് സാറിന്റെ അത്രയും ഡെഡിക്കേഷൻ വേറെ ആർക്കും ഉണ്ടെന്ന് തോന്നിയിട്ടില്ല. അത് ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണത്. ഇവിടെ വന്ന് പെടാൻ പറ്റിയത് ദൈവം നല്ല കൈകളിലാണ് ഏൽപ്പിച്ചത്. അതുകൊണ്ട് തന്നെയാണ് ഈ ജോലി കിട്ടാനായിട്ട് അർഹനായത്. കാരണം ഞങ്ങൾ ആദ്യം പോയത് ഇവിടെ അല്ല വന്നത്, വേറൊരു സ്ഥലത്ത് ചെന്നതാണ്. പക്ഷെ അവിടെ എത്താതിരുന്നത് ദൈവത്തിന്റെ ഒരു ഇതാണ്. കാരണം അല്ലെങ്കിൽ അവിടെ എത്തിയിരുന്ന വെച്ചെങ്കിൽ പക്ഷെ ഇങ്ങനെ ഒരു ആളെ ഇവിടെ നിൽക്കാൻ പറ്റുമായിരുന്നില്ല. കാരണം അവനത് ഡ്രോപ്പ് ചെയ്ത് പഠിക്കാൻ വേറെ എന്തെങ്കിലും പഠിക്കാൻ പോകുമായിരുന്നു. പക്ഷെ സാറ് കൃത്യമായിട്ട് വിളിച്ച് എന്നെ വഴക്കുറയുമായിരുന്നു. എപ്പോഴും വന്നില്ലെങ്കിൽ, മഴ വന്നാൽ വരൂല, വെയിൽ വന്നാൽ വരൂല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ സാറ് കൃത്യമായിട്ട് വിളിച്ച് വഴക്കുറയണം. ഓൺലൈൻ ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ എന്നെ വഴക്കുറയും. അങ്ങനെ എല്ലാത്തിനും എന്നെ വഴക്കുറയുമായിരുന്നു. എന്താണ് വെട്ടില്ലാന്ന് ചോദിക്കും. പക്ഷെ ആ സമയത്ത് നമ്മൾ അങ്ങനെ വഴക്കുറയുമ്പോൾ വിഷമിക്കൊന്നും വേണ്ട. കാരണം അത് നല്ലതിനായിരുന്നു. ഇപ്പൊ നിൽക്കുമ്പോ നമുക്ക് അഭിമാനമല്ലേ അങ്ങനെ നിൽക്കണത് കാണാനായിട്ട്. അപ്പൊ എല്ലാത്തിനും സാറിനോട് നന്ദി, ടീച്ചേഴ്സിനോട് നന്ദി. ഇത്രേ ഉള്ളൂ.